ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ചീസി എഗ് സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കും ബ്രൈറ്റ് ചെന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ഡിഷാട്ടോ. ആദ്യം തന്നെ പാനിലോട്ട് ഓയിലോ ബട്ടറോ ആഡ് ചെയ്തിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് പെപ്പറും സോൾട്ടും മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോസേജ് ആഡ് ചെയ്തെടുക്കുക. ചെറുതാക്കി സോസേജ് കട്ട് ചെയ്യാം കേട്ടോ. സോസേജ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. തിരിച്ച് മറിച്ചിട്ട് കുക്കാക്കി എടുക്കുക നല്ലത്. ഇതിലേക്ക് ബേസായിട്ട് വേണ്ട ചപ്പാത്തിയാണ്. ആകുമ്പോൾ നല്ല ഹെൽത്തി ആവും. വലിയ ചപ്പാത്തി എടുക്കാട്ടോ ബെറ്റർ. എനിക്കിപ്പോൾ ചെറുതാക്കി ഇട്ടതുകൊണ്ട് ഞാൻ 2 ചുട്ടെടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. എന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി പാനിലോട്ട് മിക്സ് ആഡ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഇതാക്കി വരുന്ന ക്യാരറ്റ്, ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ ആഡ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സോസേജും ഒന്ന് വിതറി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേറ്റഡ് ചീസ് വിതറി കൊടുക്കുക. ഇനി റെഡിയാക്കി വെച്ച ചപ്പാത്തി മേലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മറിച്ച് ഇടാം. മറിച്ചിടാൻ കഴിയുന്നില്ലെങ്കിൽ വേറൊരു പാന് മുകളിൽ വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗ്രേറ്റഡ് ചീസ് ഒന്ന് വിതറി കൊടുക്കുക. മറിച്ചിടുമ്പോൾ ഇത് മുറിയാതെ നോക്കാം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ സോഫ്റ്റ് ആൻഡ് യമ്മിയാണ്. ഇവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത്രയും നമ്മുടെ ചീസി എഗ് സാൻഡ്വിച്ച് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.